ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, എന്ന് കൃത്യമായ കണക്കല്ല അത് എസ്റ്റിമേറ്റാണ്. അതിന് ശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാ ഇത്ര മനോരമകളുടെ വെപ്രാളം കാണിക്കേണ്ട കാര്യം? അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ്. അതിനോടൊന്നും മറുപടി പറയേണ്ട ഉത്തരവൊന്നും ഞങ്ങൾക്കില്ല. 17/10/2025 കൃത്യമായി ദേവസ്വം ബോർഡ് ആ 3 കോടി രൂപ റീകൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് രേഖയാണ്, നിങ്ങൾക്ക് വേണേൽ പരിശോധിക്കാം. ഞാനീ പറഞ്ഞത് നിയമസഭയിൽ പറയുന്നത് കൃത്യമായി പരിശോധിച്ചിട്ടാണ്. ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം ദേവസ്വം ബോർഡ് സ്വയംഭരണാവകാശമുള്ള സ്ഥാപനമാണ്. അതിലെ ഏതെങ്കിലും ഡേ ടു ഡേ ബിസിനസ്സിലോ സാമ്പത്തിക കാര്യത്തിലോ മറ്റേതെങ്കിലും ക്രയവിക്രയത്തിലോ ഭരണാധികാരികൾക്ക് ഇടപെടാൻ അവകാശമില്ല. കമ്മിറ്റി പങ്കെടുക്കാനുള്ള അവകാശമില്ല, നിയമപരമായി അനുവദിക്കുന്നില്ല. പിന്നെ നിയമസഭയിൽ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് വകുപ്പ് മന്ത്രി ഏൽപ്പിക്കും. അത് കൃത്യമായി എന്താണെന്ന് അന്വേഷിച്ചു പരിശോധിച്ചപ്പോൾ 3 കോടി രൂപ വായ്പ എടുത്തിരുന്നു, അഡ്വാൻസ് കൊടുത്തിരുന്നു. ആ അഡ്വാൻസ് 17/10/2025 തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് ബോർഡ് എഴുതി ആധികാരികമായി തന്നിരിക്കുന്നു. അതാണ് മറുപടി പറഞ്ഞത്. അതില്ല എന്ന് നിഷേധിച്ച് വർത്തമാനം പറഞ്ഞവരൊക്കെ നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയണം. കാരണം ഇത് കോടതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബോർഡിലുമുണ്ട്. നിങ്ങൾക്കും പോയി പരിശോധിക്കും. നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിയ ആരോപണങ്ങൾ പൊളിയുകയാണ്. 4000 പേർക്ക് പകരം 5000, കട്ടിലിന് 1,00,000, സർവം കൊള്ള എന്നിങ്ങനെ തലക്കെട്ടുകൾ മുഴങ്ങുമ്പോൾ അന്തിമ ഓഡിറ്റ് റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിസ്സംഗമായി മറച്ചു വയ്ക്കപ്പെടുകയാണ്. ഒരു എസ്റ്റിമേറ്റിലെ തലക്കെട്ട് പിടിച്ച് വലിച്ചിഴച്ച് മുഖ്യമന്ത്രിക്കായി പ്രത്യേക കട്ടിൽ എന്ന കഥ സൃഷ്ടിക്കൽ, ഈവന്റ് മാനേജ്മെന്റ് ഏജൻസിയുടെ സ്റ്റേറ്റ്മെന്റിലുണ്ടായ അശ്രദ്ധ പിശക് തന്നെ അന്തിമ സത്യമെന്ന പോലെ അവതരിപ്പിക്കൽ, സ്പോൺസർഷിപ്പ് തുക ജനറൽ ഫണ്ടിലേക്ക് മടക്കി നിക്ഷേപിച്ച വിവരം അവഗണിക്കൽ, ഇവയൊക്കെ അർദ്ധസത്യങ്ങളെയോ കാൽവഴി വിവരങ്ങളെയോ ആയുധമാക്കി പൊതുഭാവനയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമങ്ങളാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സമർപ്പിച്ച പ്രാഥമിക ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയ പൊരുത്തക്കേടുകൾ തിരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ ധൂർത്തും കൊള്ളയും എന്ന് മുദ്രകുത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നതിൽ എന്താണ് ലക്ഷ്യം? ഒരു മഹത്തായ മത സാംസ്കാരിക സംഗമത്തെ പോലും രാഷ്ട്രീയ കുത്തകയാക്കാനുള്ള ആസൂത്രിത നീക്കമാണോ ഇത്? ഇന്ന് നമ്മൾ ചോദിക്കുന്നത് അന്തിമ ഓഡിറ്റ് റിപ്പോർട്ട് വരും മുമ്പ് തന്നെ വിധി പ്രസ്താവിക്കുന്ന മാധ്യമ വിചാരണ ശരിയായ ജനാധിപത്യ രീതിയാണോ എന്നാണ്. സത്യാവസ്ഥ തെളിയിക്കുന്നതിന് മുൻപ് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ നൈതികതയാണോ എന്നാണ്. അല്ലെങ്കിൽ വിശ്വാസത്തെയും ഭരണത്തെയും ഒരുപോലെ ആക്രമിക്കുന്നത് പ്രചാരണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോ എന്നാണ്. അർദ്ധസത്യങ്ങൾക്കും ആവേശ തലക്കെട്ടുകൾക്കും അപ്പുറം വസ്തുതകളും ഉത്തരവാദിത്വവും സുതാര്യതയും അടിസ്ഥാനമാക്കി ചർച്ച ചെയ്താൽ അഴിഞ്ഞു വീഴുന്നത് അയ്യപ്പൻ്റെ പേരിൽ കഥകൾ മെനഞ്ഞ് വിശ്വാസികളുടെ മനസ്സിളക്കി കലാപമുണ്ടാക്കിയാലും വീണ്ടും ഭരണ തുടർച്ചയില്ലാതാക്കി പ്രതിപക്ഷത്തിന് ഭരണമേൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന മനോരാജ്യമാണ്. അയ്യപ്പ സംഗമത്തെ കരിവാരി തേക്കുന്നവർ ആര്? ചർച്ചയിൽ പങ്കെടുക്കുന്നു CPIM നേതാവ് M. പ്രകാശൻ മാസ്റ്റർ, ദേവസ്വം അസിസ്റ്റന്റ് കൾച്ചറൽ ഡയറക്ടറായി വിരമിച്ച ഷാജി ശർമ്മ, അദ്ദേഹം ദേവസ്വം പെൻഷനേഴ്സ് കോൺഫെഡറേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ഷാജി ശർമ്മയിലേക്കാണ് ഞാൻ പോകുന്നത്. ശ്രീ ഷാജി ശർമ്മ, മാധ്യമങ്ങളിൽ ചില രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ആരോപണങ്ങളെ തുടർന്ന് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പതിവ് വാർത്താക്കുറിപ്പിൽ നിന്ന് വ്യത്യസ്തമായി വേദനാജനകമാണ് ഇത്തരം വാർത്തകൾ, സത്യവിരുദ്ധമാണ്, തികച്ചും അവാസ്തവമായ ചില പ്രചാരണങ്ങൾ നടക്കുന്നു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. താങ്കളും കണ്ടു കാണും ഈ വാർത്താക്കുറിപ്പിലെ കാര്യങ്ങളും ഈ ആരോപണങ്ങളുമൊക്കെ. എന്താണ് ഇക്കാര്യത്തെക്കുറിച്ച് ദേവസ്വം ബോർഡ് ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാനിതിനെ വളരെ രസാത്മകമായി കാണുകയാണ്. കാരണം 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് മഹാനായ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ശങ്കരനാരായണ അയ്യരുമായിരുന്നു. ഞാനിത് പറയാൻ കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായി 50 വർഷം കഴിഞ്ഞപ്പോൾ, 2000-ൽ 50 വർഷം കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സുവർണ ജൂബിലി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടപ്പിലാക്കി. അവിടെ ഒരു മനോഹരമായ അലങ്കാര ഗോപുരവും അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ E.K. നയനാർ ഉദ്ഘാടനം ചെയ്തു. ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ പ്രതിമ അന്നത്തെ സ്പീക്കറായിരുന്ന ശ്രീ M. വിജയകുമാറും അവിടെ സമർപ്പിക്കുകയുണ്ടായി. അത് സുവർണ ജൂബിലിക്ക് നടന്ന സംഭവമാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് രൂപീകൃതമായി 75 വർഷം തികയുന്ന പ്ലാറ്റിനം ജൂബിലി, അത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വളരെ നല്ല രീതിയിൽ ദേവസ്വം ബോർഡ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ രീതിയിൽ നടത്തി. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. ഈ ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ ഏതാണ്ട് 1250 പരം ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കും ഏതാണ്ട് 6000-ൽ പരം ജീവനക്കാർ പണിയെടുക്കുന്ന സ്ഥാപനത്തിലും ഏതാണ്ട് 5000-ഓളം പെൻഷൻ പറ്റുന്ന സ്ഥാപനവുമായ അവർക്കെല്ലാ ആനുകൂല്യങ്ങളും നൽകുവാൻ കഴിയുന്നത് ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രമാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് അത്രമാത്രം വരുമാനമൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ശബരിമലയുടെ പ്രശസ്തിയും വരുമാനവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം ഈ 75 പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പമ്പയിൽ നടപ്പിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അഴിമതി കഥകൾ പറഞ്ഞു കേൾക്കുന്നു. ഞാൻ 2 ദിവസത്തിന് മുമ്പ് ചാനലിലൊക്കെ കണ്ടു. എന്താണ്, നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശബരിമലയിൽ വന്നപ്പോൾ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കിടക്കുവാൻ കട്ടിൽ ഗസ്റ്റ് ഹൗസിൽ ഒരുക്കിയെന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രി ശബരിമലയിൽ ഗസ്റ്റ് ഹൗസിൽ പോയില്ല. ദേവസ്വം ബോർഡിൻ്റെ പമ്പയിലുള്ള ഒരു മരാമത്ത് കോംപ്ലക്സിൻ്റെ ഒരു ചെറിയ റൂമിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ഒരു കട്ടിലിൽ അദ്ദേഹം കിടന്നു. അത്രേ ഉള്ളൂ. അവിടെ വന്ന് വിശ്രമിച്ചു. അല്ലാതെ അവിടെ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് അവിടെ മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ അവിടെ മണിമാളിക ഒരുക്കിയെന്നൊക്കെ ദുഷ്പ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ വഴിവിട്ടൊരു പരിപാടി അവിടെ നടന്നിട്ടില്ല. ദേവസ്വം ബോർഡ് സാധാരണയായി ദേവസ്വം ബോർഡിന് ഗസ്റ്റ് ഹൗസുകളുണ്ട്, പമ്പയിലുണ്ട്, സന്നിധാനത്തുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഗസ്റ്റ് ഹൗസുകളിൽ പിന്നെ എല്ലാവിധ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി പലതും സംഭവിച്ചിട്ടുണ്ട്. അല്ല മുഖ്യമന്ത്രിക്ക് അവിടെ കട്ടിൽ വാങ്ങിയതായി ഹൈക്കോടതിയിലെ സ്പെഷ്യൽ കമ്മീഷൻ പറഞ്ഞിട്ടില്ല, ആഡിറ്റ് വിഭാഗം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്ന പത്രമാണല്ലോ. പറയപ്പെടുന്നതല്ല, അത് സർക്കുലേഷൻ്റെ എണ്ണം കാണിക്കുന്നതിൽ ആ പത്രം മുമ്പിൽ തന്നെയാണ്. അങ്ങനെയുള്ള ആ പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട തലക്കെട്ട് വാർത്ത സർവം കൊള്ള എന്നാണ്. താങ്കൾ അത് ശ്രദ്ധിച്ചു കാണും. അതിൽ താങ്കൾ ഈ പറഞ്ഞ 1 ലക്ഷത്തിൻ്റെ കട്ടിൽ എന്ന ഒരു സബ് ലൈനുണ്ട്. 73 ലക്ഷത്തിൻ്റെ സമ്മാനങ്ങൾ, കലാപരിപാടികൾക്ക് 38 ലക്ഷം, ടെൻഡറില്ല, ബില്ലില്ല, അയ്യപ്പ സംഗമം നടത്തിപ്പിൽ അടിമുടി ക്രമക്കേട്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട തലക്കെട്ടിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ. ദേവസ്വം ബോർഡ് ഇനി കൊടുത്തു തീർക്കാനുള്ളത് 4.35 കോടി രൂപ. 6 കോടിയിലേറെ രൂപ ചെലവഴിച്ച പരിപാടി നടത്തിയത് ഒരു ടെൻഡർ പോലുമില്ലാതെ. ഇത് വായിക്കുന്ന ആളുകൾ എന്താണ് അതിനെക്കുറിച്ച് ധരിക്കുക എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. തുക എഴുതിയെടുത്തതിൽ, അടുത്ത വാചകം പോകുന്നത് അങ്ങനെയാണ്, തുക എഴുതിയെടുത്തതിൽ പലതിനും ബില്ലുകളില്ല. ആരെഴുതിയെടുത്തു എന്നാണ്? ഈ പൈസയൊക്കെ ഓരോരുത്തർ എഴുതിയെടുത്ത് കൊണ്ടുപോയി എന്നാണോ? അതിന് ബില്ല് കൃത്രിമമായി വെക്കുന്നു എന്നാണോ ഈ വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊക്കെ അവിടെ നടന്നതായി താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലെ ലക്ഷങ്ങളുടെ ക്രമക്കേടുകളുടെ ഞെട്ടലിലാണ് കേരളം എന്നാണ് ഈ വാർത്ത ഇങ്ങനെ തുടങ്ങി അവതരിപ്പിക്കുന്നത്. അതിന് മറുപടിയാണ് ഇന്ന് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇന്നിപ്പോൾ ഈ പരിപാടിയിലൂടെ വിശദമായി ജനങ്ങളോട് പറയാനുള്ളത്. ഈ കാര്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ക്രമക്കേടുകൾ കണ്ട് കേരളം ഞെട്ടി നിൽക്കുകയാണോ? അല്ല, അതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി
ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു എസ്റ്റിമേറ്റ് ദേവസ്വം ബോർഡിൽ കൊടുത്തു. ആ എസ്റ്റിമേറ്റിൽ ഇത്രയും തുകയൊക്കെ കാണിച്ചിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ആ എസ്റ്റിമേറ്റ് റേറ്റ് ദേവസ്വം ബോർഡിൽ ചിലവാക്കിയിട്ടില്ല. അത് വളരെ അതിൻ്റെയൊക്കെ ഏതാണ്ട് 4% മാത്രമേ ദേവസ്വം ബോർഡ് ഇത്തരം പമ്പ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ശ്രീ ഷാജി ശർമ്മ, ഈ ഇപ്പോഴുള്ള ഒരു വിഷയം എസ്റ്റിമേറ്റ് ആദ്യം പ്രപ്പോസലായി വരിക, ആ പ്രപ്പോസൽ ആണ് ദേവസ്വം ബോർഡ് അംഗീകരിച്ച് ഈ അയ്യപ്പ സംഗമം നടത്താൻ മുന്നോട്ട് പോയത്. ആ പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്ന എസ്റ്റിമേറ്റ് തുക എങ്ങനെ കണ്ടെത്തണം എന്നത് ദേവസ്വം ബോർഡ് അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ അന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പണം വൈകാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിൽ നിന്ന് ദേവസ്വം ബോർഡിന് ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുള്ള പണത്തിൽ നിന്ന് അഡ്വാൻസ് എടുത്തുകൊണ്ട് ആണ് പരിപാടി മുന്നോട്ട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ അഡ്വാൻസ് എടുത്ത 3 കോടി രൂപ പിന്നീട് തിരിച്ച് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒക്കെയാണ് നമുക്കറിയാവുന്ന ഇപ്പോൾ മനസ്സിലാക്കി വരുന്ന കാര്യങ്ങൾ. ബാക്കി സ്പോൺസർഷിപ്പ് തുകയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വാർത്തകളിൽ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് എന്താണ്, അതുപോലെ ടെൻഡർ ഇല്ലാതെ താങ്കൾ ഈ പറഞ്ഞ നടപടികളൊക്കെ നടന്നത് എങ്ങനെയാണ് വിശദീകരിക്കപ്പെടുക, ഇതൊക്കെയാണ് അറിയേണ്ടത്. അവിടെയാണ് ഈ പറയുന്ന എസ്റ്റിമേറ്റ് നൽകിയ ആദ്യത്തെ പ്രപ്പോസലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റിലെ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ വഴി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത് കോടതി നിർദ്ദേശപ്രകാരം. ബാക്കി കൃത്യമായ കണക്കുകളുടെ ബില്ലുകൾ വരുന്ന മുറയ്ക്ക് ഇനിയിപ്പോൾ അടുത്ത ഓഡിറ്റിങ്ങിൽ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് കൂടി പരിശോധിച്ച് ദേവസ്വം ബോർഡിൻ്റെ കൂടി അനുമതിയോടുകൂടി ഇനി അടുത്ത റിപ്പോർട്ട് കോടതിയിലേക്ക് പോകാൻ നിൽക്കുന്നതേ ഉള്ളൂ. അവിടെയാണ് കൃത്യത വരിക. ഇതാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഹലോ പറഞ്ഞോളൂ. ഇതിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ധനലക്ഷ്മി ബാങ്ക് ആഗോള അയ്യപ്പ സംഗമത്തിന് ഏതാണ്ട് 2 കോടി രൂപ GST ഇല്ലാതെ കൊടുത്തു, സംഭാവനയായി കൊടുത്തു. അതുപോലെ തന്നെ കേരള ബാങ്ക് 1 കോടി രൂപ GST സഹിതം കൊടുത്തു. പിന്നെ അദാനി ഗ്രൂപ്പ് എങ്ങാണ്ട് 1 കോടി രൂപ കൊടുക്കും എന്ന് പറയുന്നു. എനിക്ക് എൻ്റെ ഒരു അന്വേഷണത്തിൽ ഇത്രയും രൂപ മാത്രമേ ദേവസ്വം ബോർഡിന് ഒരു സംഭാവനയായി ലഭിച്ചിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും നൽകിയാൽ അതും ഇത് ദേവസ്വം ബോർഡിൻ്റെ കണക്കിൽ കൃത്യമായി ഉൾപ്പെടുത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കൃത്രിമങ്ങളൊക്കെ കാണിക്കുകയും അതിനെതിരെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വരുന്ന ഇലക്ഷൻ പ്രമാണിച്ച് ദുഷ്പ്രചരണങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിൽ കൂടുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി 3 പ്രാവശ്യം ശബരിമല അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഉൾപ്പെടെ അന്ന് പറഞ്ഞിരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സ്പോൺസർഷിപ്പ് തുകയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ പ്രധാന സ്പോൺസറായി അവിടുത്തെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നയാൾ. അദ്ദേഹം ഇടപെട്ട് അദ്ദേഹത്തിന് പ്രശ്നം വന്നതോടുകൂടി, അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ അവിടെ നടക്കാതെ വന്നതോടുകൂടി സ്പോൺസർമാരെ പിന്നോട്ട് വലിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് അയ്യപ്പ സംഗമത്തിന് നേരത്തെ കിട്ടുമെന്ന് കരുതിയിരുന്ന സ്പോൺസർഷിപ്പ് തുകകൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. എന്നാലും കിട്ടുന്നുണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു 5 കോടിക്ക് അടുപ്പിച്ചുള്ള തുക. അതെ. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക കടക്കണിയിൽ ചെന്നെത്തുന്ന ഒരു സംഭവമല്ല ഈ ആഗോള അയ്യപ്പ സംഗമം. അതിന് വേണ്ടുന്ന എല്ലാ സംഭാവനകളും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വാസം ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ഉള്ള സംഭവം അതല്ല. ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ 3 പ്രാവശ്യം ശബരിമല പോയി. ആദ്യത്തെ പ്രാവശ്യം ശബരിമല പോയി പലതും പ്രഖ്യാപിച്ചു. എന്താണ്? 2004 UDF സർക്കാർ ഉപേക്ഷിച്ചു പോയ അങ്കമാലി ശബരി റെയിൽവേ, അത് 111 കിലോമീറ്റർ പണി കഴിപ്പിക്കാതെ ഏതാണ്ട് 4-7 കിലോമീറ്ററോളം പണി കഴിപ്പിച്ചിട്ട് കളഞ്ഞിട്ട് പോവുകയാണ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീമാൻ KC വേണുഗോപാൽ. ഇവരൊക്കെ ഉപേക്ഷിച്ചു പോയ ആ പദ്ധതി ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ കണക്കിലെടുത്ത്, ശബരിമലയുടെ വികസനങ്ങൾ കണക്കിലെടുത്ത് അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറെടുത്ത് മുന്നോട്ട് വന്നുകൊണ്ട് 1900 കോടി രൂപ
പമ്പ ഈ എരുമേലി അങ്കമാലി എരുമേലി റെയിൽവേക്ക് വേണ്ടി 1900 കോടി രൂപ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി അതിന് ചെലവാകുന്ന തുകയുടെ പകുതി തുക കൊടുക്കാമെന്ന് സമ്മതിച്ച് ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഇന്നലെ 10 കോടി രൂപ ചെലവ് ചെയ്ത് ഇടത്താവളങ്ങൾ, കേരളത്തിൻ്റെ 10 ക്ഷേത്രങ്ങളിൽ ഇടത്താവളങ്ങൾ സംസ്ഥാന സർക്കാർ കിഫ്ബി മുഖാന്തരം ചെയ്യുന്നു. ഇന്നലെ കഴക്കൂട്ടം ക്ഷേത്രത്തിലെ 10 കോടി രൂപ ചെലവ് ചെയ്ത കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലുള്ള വലിയ വലിയ വികസന കാര്യങ്ങൾക്കിടയിലാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. പ്രത്യേക റിപ്പോർട്ടർമാരെ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഒരു മിഷൻ പോലെ ഇത്തരം വാർത്തകൾ വരുന്നത്. പക്ഷെ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ആദ്യത്തെ ദിവസം തന്നെ അതൊക്കെ പൊളിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കാണേണ്ടി വരുന്നത്. ശ്രീ ജേക്കബ് ജോർജിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ പ്രകാശ് മാഷിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇത് ആദ്യത്തെ ഒരു കഥയല്ല. പലപ്പോഴും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന ഘട്ടത്തിൽ, അവസാനത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ ഇതുപോലെയുള്ള ചില മാധ്യമ മിഷനുകൾ നടക്കുന്നത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ കാലത്ത് ഇല്ല എന്നല്ല, കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കഥകളും താങ്കൾക്ക് പറയാനുണ്ടാകും എന്നെനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ അയ്യപ്പ സംഗമത്തെ വീണ്ടും പൊക്കിയെടുത്തുകൊണ്ട് അതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നത് കോടതിയിൽ സമർപ്പിച്ച ഒരു ഓഡിറ്റ് റിപ്പോർട്ടിനെ വെച്ചുകൊണ്ടാണ്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അവരുടെ സ്വന്തം സ്വകാര്യ ഓഡിറ്റർമാർ, ദേവസ്വം ബോർഡിൻ്റെ സ്വകാര്യ ഓഡിറ്റർമാർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് വെച്ച് എങ്ങനെയായിരിക്കും അതിനെ കാണുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇത്രയും കാലത്തെ മാധ്യമ പരിചയമുള്ള താങ്കൾക്കും അറിയാവുന്നതാണ്. ഇത്തരം വാർത്തകൾ ഈ മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പ് കുറച്ചുകൂടെ അന്വേഷണം നടക്കേണ്ടതുണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ ബഹുമാനപ്പെട്ട ഷാജി ശർമ്മ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു. ഏറെക്കുറെ അതിൻ്റെ അകത്തെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും ഈ പ്രസ്താവന പ്രസ് റിലീസ്, ദേവസ്വം ബോർഡിൻ്റെ പ്രസ് റിലീസ് വായിക്കുമ്പോൾ ഈ പറയുന്ന മാധ്യമ റിപ്പോർട്ടുകളെക്കുറിച്ച് പല സംശയങ്ങളും തോന്നുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ പത്രത്തിൽ അല്ലെങ്കിൽ മാധ്യമത്തിൽ ഒരു ഇതുപോലെയുള്ള സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം റിപ്പോർട്ടാക്കി പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ആധികാരികമായിരിക്കണം. ആ ആധികാരികത ആ ചാനലിൻ്റെ അല്ലെങ്കിൽ ദിനപത്രത്തിൻ്റെ ആധികാരികതയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യമായിട്ട് ഒരു തുടക്കം എന്ന നിലയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ റിപ്പോർട്ടറായിരുന്നു, മാതൃഭൂമിയിൽ റിപ്പോർട്ടറായിരുന്നു. ഞാൻ ഒത്തിരി തീ കത്തുന്ന സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്ത് കിട്ടിയാലും നമ്മൾ എടുത്ത് ചാടുകയും വേണം. പക്ഷേ അപ്പോഴും അതിവേഗം ഓടേണ്ടി വരുന്ന ഒരു മേഖലയാണ് റിപ്പോർട്ടിംഗ്, പത്ര റിപ്പോർട്ടിംഗ്. അങ്ങനെ ഓടേണ്ടി വരുമ്പോഴും നിങ്ങളുടെ വസ്തുതകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിരിക്കണം. തെറ്റെഴുതരുത്. തെറ്റെഴുതിയാൽ അത് നിങ്ങളുടെ മാധ്യമത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അങ്ങനെ ബാധിക്കുന്നത് നിങ്ങളുടെ തന്നെ വ്യക്തിപരമായ ക്രെഡിബിലിറ്റിയെയും ബാധിക്കുകയായിരിക്കും. അത് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒറ്റ നോട്ടത്തിൽ എനിക്കിതിനകത്ത് ഒത്തിരി സംശയങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് ഇത് പലതവണ കണ്ടു, പ്രസ് റിലീസ് കണ്ടു, ദേവസ്വം ബോർഡിൻ്റെ പ്രസ് റിലീസ് കണ്ടു. പ്രഥമ ദൃഷ്ട്യാ ചോദിക്കപ്പെടാവുന്ന അനേകം ചോദ്യങ്ങൾ ഈ സ്റ്റോറികളെ, ഈ വാർത്തകളെ നേരിടുന്നുണ്ട്. അത് തരണം ചെയ്യുന്നതിൽ, അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ചില പ്രവർത്തകർക്കെങ്കിലും തെറ്റുപറ്റി എന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ മാതൃഭൂമിയിലൊക്കെ തുടക്കത്തിലെ റിപ്പോർട്ടിങ്ങിലും കൂടി കയറിയപ്പോഴേ നമ്മളൊക്കെ ഒത്തിരി എഴുത്തിയാട്ടക്കാരനായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു സ്റ്റോറി എഴുതിക്കൊണ്ട് വലിയ കാര്യത്തിൽ കൊണ്ട് കൊടുക്കുമ്പോൾ മുകളിൽ കൊണ്ട് കൊടുത്തില്ലേ പറ്റുള്ളൂ. അന്ന് ഞങ്ങളുടെ അന്നത്തെ നല്ല എക്കാലത്തെയും കേരളത്തിലെ മികച്ച പത്രപ്രവർത്തകരായിരുന്ന NN സത്യവർദ്ധൻ, പി രാജൻ, ഇവരൊക്കെയായിരുന്നു ഞങ്ങളുടെ നേതാക്കന്മാർ. പി രാജേട്ടൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, NN സത്യവർദ്ധൻ കൊച്ചിയിലായിരുന്നു. നമ്മൾ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ചോദിക്കും, തന്നോട് ആര് പറഞ്ഞിട്ടോ ഇത്? ആ ചോദ്യം ചില്ലറ ചോദ്യമൊന്നുമല്ല, അത് ഭയങ്കര ചോദ്യമാണ്. എന്താണ് തൻ്റെ കയ്യിലുള്ള തെളിവ് ഇതെഴുതുന്നതിൽ? എന്താണ് അതിൻ്റെ രേഖ? എന്താണ് ആ തെളിവ്? അദ്ദേഹത്തെ കാണിക്കാതെ, നിങ്ങളുടെ മേലെ ഉള്ള റിപ്പോർട്ടറെ കാണിക്കാതെ, ചീഫ് റിപ്പോർട്ടർ അല്ലെങ്കിൽ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ്, അവരെ കാണിക്കാതെ നിങ്ങളുടെ വാർത്ത വെളിച്ചം കാണുകയില്ല. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്.
അങ്ങനെ കർശനമായ വ്യവസ്ഥകളിലൂടെ, കർശനമായ പരിശീലന പദ്ധതികളിലൂടെ ഇങ്ങനെ നമ്മളെയൊക്കെ ഗ്രൂം ചെയ്തെടുക്കുകയായിരുന്നു മാതൃഭൂമിയിൽ അന്നത്തെ മികച്ച നേതാക്കന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാർ. അവരൊക്കെ കേരള പത്രപ്രവർത്തക യൂണിയൻ എന്ന ട്രേഡ് യൂണിയൻ്റെ നേതാക്കളും കൂടിയായിരുന്നു ഒരേ സമയം. ട്രേഡ് യൂണിയനുകളിൽ പത്രപ്രവർത്തനം കൊണ്ടുവന്നത് മാതൃഭൂമി, ദേശാഭിമാനി, അതേപോലെ വിവിധ പത്രങ്ങൾ, മലയാള മനോരമ, ഇതുപോലെയുള്ള പത്രങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണ്, പത്രങ്ങളിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇന്ന് കാണുന്ന മീഡിയ അക്കാഡമിയൊക്കെ കൊണ്ടുവന്നത്. പത്രപ്രവർത്തക യൂണിയൻ ഒരു പരിശീലന കളനിയായിരുന്നു. ഈ ഇപ്പോഴത്തെ ഈ നമ്മളെ വിഷയത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് കാണുമ്പോൾ അത് പ്രഥമ ദൃഷ്ട്യാ വിശ്വസനീയമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, അഭിപ്രായം മാറ്റാം, ഞാൻ മാറ്റാൻ തയ്യാറാണ്. എൻ്റെ അഭിപ്രായം മാറ്റത്തക്കവണ്ണം വിശ്വാസ്യതയുള്ള വസ്തുതകൾ കൊണ്ടുവരട്ടെ. ആ വസ്തുതകൾ വിലയിരുത്തി ലാലെ നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ മീറ്റിംഗ് നടത്താം, ഇതുപോലെ ചർച്ച നടത്താം, ഞാൻ വരാം, ഞാൻ പറയാം, അത് ഞാൻ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. കുറച്ച് ആവേശം കൂടിപ്പോയി റിപ്പോർട്ടർമാർ. എന്നെ തിരുത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അവരെ തിരുത്താൻ ഈ മാധ്യമങ്ങൾ തയ്യാറാവുമോ, ഈ മാധ്യമ പ്രവർത്തകർ തയ്യാറാകുമോ, ഞാൻ ആരെയും ചോദ്യം ചെയ്യുന്നില്ല. അത് അവരുടെ അവകാശമാണ്. ഇപ്പോഴും ഞാൻ അവരുടെ അവകാശമാണെന്ന് തന്നെ പറയും. പക്ഷേ സത്യം പറയുക എന്നുള്ളത് ഒരു മിനിമം വിശ്വാസ്യതയുടെ പ്രശ്നമാണെന്ന് എല്ലാവരെയും എൻ്റെ സഹോദരന്മാരെ ഓർമ്മിപ്പിക്കുക മാത്രമാണ്. യെസ്, ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, അയ്യപ്പ സംഗമം തൊട്ടിങ്ങോട്ട് കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊക്കെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ആരുടെ ഭാഗത്ത് നിന്നാണ് ആദ്യത്തെ വെടി പൊട്ടിയത്, വലിയ ബോംബ് വരാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എന്താണ് എന്നൊക്കെ നിങ്ങളൊക്കെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തീരുന്നില്ല, അവിടെ എന്തൊക്കെയോ ഇനിയും അത് ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് അവർക്കിതാ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. അതായത് അവരിപ്പോഴും കളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പായി അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തിടാനുണ്ട്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട്, ഒരു പരിപാടി നടന്നു കഴിഞ്ഞു, അതിന് എത്ര രൂപ ചിലവായി, അത് കൃത്യമായ നിയമം അനുസരിച്ചാണോ ചിലവാക്കിയിട്ടുള്ളത്, അത് ഓഡിറ്റ് ചെയ്ത് കോടതിയിൽ കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തത്, അത് നടപ്പിലാക്കിയ ആ കാര്യങ്ങൾ ചിലവാക്കിയ ആളുകൾക്ക് കൂടി ബോധ്യം വന്നിട്ടാണോ എന്ന് നോക്കുമ്പോൾ ദേവസ്വം ബോർഡ് കാണാതെയാണ്, ദേവസ്വം ബോർഡ് അംഗീകരിക്കാതെയാണ് ഒരു റിപ്പോർട്ട് കോടതിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും പല വഴികളിലൂടെ ഇത് സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഇത്തരം ഉണ്ടായിരുന്നു. 500 പേരുള്ള മരണമടഞ്ഞു. രാവിലെ 10:30 മണിയായപ്പോൾ ഞാനൊക്കെ ഏറ്റുനിന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു കഴിഞ്ഞ കുറച്ച് കാലമായി അധികാര കസേരയ്ക്ക് വേണ്ടി എന്ത് വൃത്തികേടുമാവാം എന്ന ഒരു നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം നിരന്തരമായി എടുക്കുകയാണ്. അതിന് നിർഭാഗ്യവശാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ തന്നെ ഏജൻ്റായി പ്രവർത്തിക്കുന്നു എന്നുള്ള നിർഭാഗ്യകരമായ കാഴ്ച കേരളം കാണുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SIR നടപ്പിലാക്കിയത് പിണറായി വിജയനാണെന്നും നരേന്ദ്രമോദിയേക്കാൾ വർഗീയവാദി കേരള മുഖ്യമന്ത്രിയാണ് എന്നെല്ലാമുള്ള പ്രചാരവേല ഇവിടെ UDF കേന്ദ്രങ്ങൾ വീടുകളിൽ ചെന്ന് നടത്തി എന്നുള്ള കാര്യം വളരെ വ്യക്തമായ നിലക്ക് തന്നെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അയ്യപ്പൻ്റെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം CPM-നാണ് എന്ന് സ്ഥാപിക്കത്തക്ക നിലക്ക് വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്തെന്ത് പ്രചാരവിലകൾ നടന്നു എന്നുള്ളത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇതുവരെ എന്താണ് കൃത്യമായ നിലക്കുള്ള കുറ്റം എന്ന് ആർക്കും തന്നെ പറയാൻ വേണ്ടി കഴിയാത്ത നിലയിൽ CPM-ൻ്റെ ഒരു നേതാവ് അറസ്റ്റ് ചെയ്ത് ജയിലിലായി എന്നുള്ള കാര്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ളയുടെ മുഴുവൻ ഉത്തരവാദിത്വവും CPM-നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരവേല ഇവിടെ മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസും ലീഗും BJP-യും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അയ്യപ്പ മേഖലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ച കാലത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ സംഭവം എന്താ? ഏറ്റവും പുതിയ സംഭവം വാതിൽപ്പാളിയിലെ സ്വർണം മാത്രമല്ല മോഷ്ടിക്കപ്പെട്ടതെന്നും കൊടിമരത്തിലുള്ള സ്വർണം ഉൾപ്പെടെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് വ്യക്തമാവുകയും അത് സംബന്ധിച്ച് ഒരു വിജിലൻസ് എൻക്വയറിക്ക് ബഹുമാനപ്പെട്ട കോടതി തന്നെ നിശ്ചയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കഴിഞ്ഞൊരു 3 ആഴ്ച കാലത്തിനുള്ളിൽ ഈ പറയുന്ന അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതോടൊപ്പം തന്നെ അന്ന് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് നേരത്തെ കോൺഗ്രസിൻ്റെ UDFൻ്റെ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്ന സമയത്താണ് എന്നും അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അജയ് തറയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിൻ്റെ ഭാഗമായിട്ട് വ്യക്തമാക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ വന്നിരിക്കുന്ന ഒരു പുതിയ കാര്യം, ഈ അയ്യപ്പ മോഷണത്തിനകത്ത് ഏറ്റവും വലിയ പങ്കുവഹിച്ചിരിക്കുന്ന പോറ്റി, ആ പോറ്റിയെ കോൺഗ്രസിൻ്റെ 2 MP-മാരും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും ഉൾപ്പെടെ ചേർന്ന്, അതുപോലെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ചേർന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയെ നേരിൽ കണ്ട് അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുന്ന സ്ഫോടനാത്മകമായ വാർത്തയും ഇക്കാലത്ത് വന്നു. യഥാർത്ഥത്തിൽ ഈ ആഴ്ച ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം എന്തായിരുന്നു? ഇവിടെ അജയ് തറയിലും UDFൻ്റെ ബോർഡും ഉണ്ടായ കാലത്ത് നടന്നിട്ടുള്ള അവിടെയുള്ള സ്വർണ്ണ കൊടിമരത്തിലെ മോഷണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജയ് തറയലിൻ്റെ വെളിപ്പെടുത്തൽ, അദ്ദേഹത്തിന് അത് ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ, നേരത്തെയുള്ള സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോണിയാഗാന്ധിയുടെ പേരുൾപ്പെടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന കൃത്യമായ ഫോട്ടോയും വാർത്തയും, ഇതാണല്ലോ ഈ കാലത്ത് ഉണ്ടായിരിക്കുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള വാർത്തകൾ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ഈ സ്ഫോടനാത്മകമായ വാർത്തകൾ ഇവർക്ക് ചർച്ചാ വിഷയമല്ല. ഈ മാധ്യമങ്ങൾക്കോ കോൺഗ്രസിനോ BJPക്കോ UDFനോ ഇത് ചർച്ചാ വിഷയമല്ല. പകരം ചർച്ചാ വിഷയം എന്താണ്? പകരം ചർച്ചാ വിഷയം ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചാണ്. എന്തോ ദുർവ്യയം നടന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. അത് ഗവൺമെൻറ്റിനതാണ് എന്ന് സ്ഥാപിക്കാനുള്ള വലിയ നീക്കം നടക്കുന്നു. ഗവൺമെൻറ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോർഡ് നടത്താൻ തീരുമാനിച്ച പരിപാടിയാണ്. ഇതൊരു ഗവൺമെൻറ് പരിപാടിയല്ല. അത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നേരത്തെ നടത്താതിരിക്കാൻ കോടതിയിലടക്കം ചെന്നു ഇവർ, പക്ഷേ കോടതി നടത്താൻ വേണ്ടി സമ്മതിച്ചു. അങ്ങനെയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വാർത്തകളാണ് പിന്നീട് പ്രചരിച്ചത്. അതിൽ പരിപാടിയിൽ ആളുകളെ പങ്കെടുത്തിട്ടില്ല എന്ന് സംബന്ധിച്ച വാർത്ത വന്നു. 4100-ലേറെ ആളുകൾ പങ്കെടുത്തു എന്നുള്ളതിന് വിവരം പിന്നീട് ദേവസ്വം ബോർഡ് തന്നെ പുറത്ത് വിട്ടു. അതുപോലെ തന്നെ അതിൽ നടന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് സത്യവുമായി പുലബന്ധമില്ലാത്ത വാർത്തകൾ വന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഇതിൻ്റെ മേലെയാണ്. ഇവർ പറയുന്ന കേട്ടാൽ തോന്നുക ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അത് നടത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ് അതിന് കണക്കുകളെല്ലാം പരിശോധിച്ച് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അതിനകത്ത് ഒരു കാരണവശാലും ന്യായീകരിക്കാനാവാത്ത എന്തെല്ലാമോ ചെലവുകൾ വന്നിരിക്കുന്നു. ധൂർത്താണ്, അന്യായമായ നിലക്ക് ദേവസ്വം ബോർഡിന് തന്നെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളാണല്ലോ പ്രചാരം. പ്രകാശ് മാഷെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്തകളിൽ കാണുന്ന ചില വാർത്തകളിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു കട്ടിലുണ്ടാക്കിയിട്ടുണ്ട്, ആ കട്ടിലിന് 1 ലക്ഷത്തിൽ പരം രൂപയായിട്ടുണ്ട് എന്നാണ്. ഏത് റിപ്പോർട്ടിലാണ് ഇത് കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലുണ്ടോ? ഓഡിറ്റർമാർ കണ്ടെത്തിയതിനകത്തുണ്ടോ? മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ളൊരു വാക്ക് അവിടെ എങ്ങനെയാണ് വന്നത്? ഇതിൽ യഥാർത്ഥത്തിൽ ധാരാളം കാര്യങ്ങൾ അർദ്ധസത്യങ്ങൾ പോലുമല്ല, അസത്യങ്ങളാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞ് മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലെ പ്രതിപക്ഷവും പറയുന്ന കാര്യങ്ങളിൽ മഹാഭൂരിപക്ഷവും സത്യവുമായിട്ട് പുലബന്ധമില്ലാത്തതാണ്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഇറക്കിയിരിക്കുന്ന പത്രപ്രസ്താവനയിൽ വളരെ കൃത്യമായ നിലയ്ക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി കട്ടിൽ വാങ്ങുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കോ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എടുക്കാനുള്ള കട്ടിൽ വാങ്ങി എന്നല്ലേ ആരും വിചാരിക്കുക? ഇപ്പോൾ സ്വാഭാവികമായിട്ട് VIP-കൾ വരുന്ന സമയത്ത് ഗസ്റ്റ് ഹൗസുകളിൽ അവിടെ ഏതെങ്കിലും നിലക്കുള്ള പുതിയ ഫർണിച്ചർ വാങ്ങുക എന്ന് പറയുന്നത് ഒരു മഹാകാര്യമല്ലല്ലോ. അത് സത്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ലക്ഷങ്ങൾ എത്രയോ ആളുകൾ വേറെ ഉണ്ടല്ലോ, ന്യായാധിപന്മാരുണ്ട്, വലിയ വലിയ കേന്ദ്രമന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. ഇന്ത്യയിൽ എങ്ങാണും ഉള്ള ആളുകളുണ്ട്, അവിടെയുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെ തന്നെ അവിടെ ടാർഗറ്റ് ചെയ്ത് വാർത്തകളിൽ വരുന്നത് എങ്ങനെയാണ്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ LDFൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് അതിനെ അധിക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും എല്ലാ കാര്യങ്ങളും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയത്തക്ക നിലക്ക് ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം ഒട്ടിച്ചത് ആരാണ് എന്നുള്ളതിൻ്റെ പ്രചരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഖുറാനകത്ത് സ്വർണം കടത്തിയതിനെ സംബന്ധിച്ച് ആരെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവൻ ഈത്തപ്പഴത്തിനകത്ത് സ്വർണം കടത്തിയത് ആരെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിലേക്ക് അങ്ങനെ കഥകളങ്ങ് പറയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വലിയ കാര്യമാണല്ലോ, ദേവസ്വം ബോർഡിന് ചെലവഴിച്ച പണം തിരിച്ചു കിട്ടിയിട്ടില്ല. ഇന്ന് പബ്ലിക് റിലേഷൻസ് പറഞ്ഞല്ലോ, കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് അഡ്വാൻസ് കൊടുത്ത പണമാകത്തിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതെങ്കിലും സത്യസന്ധമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയണ്ടേ? അപ്പോൾ നട്ടാൽ പൊടിക്കാത്ത കളവ് മുഖ്യമന്ത്രി അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്, LDFനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ
ഇങ്ങനെ നിർലജ്ജമായി പറയുന്നത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തനാവുക? അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളൊക്കെ ചോദ്യം ചെയ്യേണ്ട ഒന്നാണ്. സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. മുഖ്യമന്ത്രിയും അതുപോലെ കട്ടിൽ വാങ്ങലുമായിട്ട് എന്താ ബന്ധമുള്ളത്? അവിടെ ഗസ്റ്റ് ഹൗസ് ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി മാത്രമാണോ? ഇനി ഗസ്റ്റ് ഹൗസിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വാങ്ങിയെന്നതിന് വെക്കുക, അത് ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രി മാത്രമാണോ? ഈ രാജ്യത്തിനകത്ത് VIP-കളും VVIP-കളും എന്തിനവിടെ ഗവർണർ വന്നാൽ പ്രധാനമന്ത്രി വന്നാൽ എല്ലാം ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന് പറയത്തക്ക നിലക്ക് ഇവർക്ക് യഥാർത്ഥത്തിൽ LDF വിരുദ്ധ തിമിരം ബാധിച്ച് കണ്ണ് കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പറയുന്ന കാര്യങ്ങളിൽ മഹാഭൂരിപക്ഷവും വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. അസത്യങ്ങളെയും അർദ്ധസത്യങ്ങളെയും കൂട്ടിയിണക്കിയിട്ട് എങ്ങനെയും ഇടതുപക്ഷത്തെ ആഞ്ഞടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കള്ളപ്രചാര വേലയാണ് ഇവിടെ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്, BJP പിന്തുണക്കുന്നത്. നിർഭാഗ്യവശാൽ അതിനെ എല്ലാ നിലക്കും പിന്തുണക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇല്ലാത്ത തെളിവുകൾ, ഇല്ലാത്ത രേഖയിൽ പറയാത്ത കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്ന ഒരിടത്തും കാണാത്ത കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിർഭാഗ്യകരമാണ് എന്ന് സത്യസന്ധമായിട്ടുള്ള മാധ്യമ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും പറയാൻ വേണ്ടി കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ അങ്ങയിലേക്ക് ഒന്നുകൂടെ വന്നിട്ട് ഞാൻ ശ്രീ ഷാജി ശർമ്മയിലേക്ക് പോകാം. നോക്കൂ, ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ കാണുന്ന, കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ച ചെയ്തതിനകത്ത് കാണുന്ന ഒരു കാര്യമാണ് ടെൻഡർ ഇല്ലാതെ, ബില്ലില്ലാതെ. ശരിയാണ്, ടെൻഡർ ഇല്ലാതെയാണ് ഇതിനകത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ IIICക്ക് ഇത് ഈവൻറ്റ് മാനേജ്മെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. അത് കിഫ്ബി എംപാനൽ ചെയ്തിട്ടുള്ള തൊഴിൽ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു കേരള അക്കാദമി ഫോർ സ്കിൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സെൻറ്ററാണിത്. ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. അവർക്കത് കൊടുക്കാൻ നിയമപരമായി തന്നെ സാധിക്കുന്നതാണ്. ദേവസ്വം ബോർഡും അത് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തീരുമാനിച്ച് കൊടുത്ത കാര്യമാണ് ഇപ്പോൾ ടെൻഡർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ബില്ലില്ല എന്ന്, ബില്ലില്ലാത്ത സമയത്താണ്, പരിപാടി നടക്കുന്നതിന് മുമ്പാണ്, എസ്റ്റിമേറ്റ് ഉള്ളപ്പോഴാണ്, ഈ കാര്യം പ്രപ്പോസ് ചെയ്ത സമയത്താണ്, ആ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ എല്ലാ പൈസയും കൊടുത്ത് തീർത്തിട്ടില്ല. ഈ ബില്ലൊക്കെ അപ്പോഴേ വരുള്ളൂ. ആ ബില്ല് വരുന്നതിന് മുമ്പ് നടത്തിയ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത റിപ്പോർട്ടാണിത്. ഇതൊക്കെ മനസ്സിലാകുന്നവർ തന്നെയാണ് ഇങ്ങനെ എഴുതുന്നതും. അല്ലേ ഇത് ഇച്ചിരി ഓവർ എന്തൂസിയാസം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ മേൽനോട്ടം, അന്വേഷണം, ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വരികയാണെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയായിരിക്കും. ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചാണ് ശബരിമല ബെഞ്ച്. ആ ഹൈക്കോടതി ബെഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് SIT ഇവിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നത്. ആ അന്വേഷണമല്ല, ആ സ്വർണ്ണക്കൊള്ള അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും മാധ്യമങ്ങൾ ചില സന്ദേഹങ്ങൾ പ്രചരിപ്പിച്ചു എന്നല്ല, അത് സ്വാഭാവികമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അവിടെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു SITയുടെ അന്വേഷണത്തിൽ, കാരണം SIT അംഗങ്ങൾ എന്ന് പറയുന്നത് മേൽ തൊട്ട് താഴെ വരെ കേരള പോലീസിലെ അംഗങ്ങളാണ്. കേരള പോലീസ് നമുക്കൊക്കെ അറിയാം, ഇന്ത്യയിൽ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രഗത്ഭരായ, ഹൈക്കോടതി പറഞ്ഞു മിടുക്കന്മാരെ വേണം അയക്കാൻ, അതിൽ നല്ല പ്രഗത്ഭരായ സൈന്യത്തിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരെയാണ് SIT അംഗങ്ങളായിട്ട് വിട്ടിരിക്കുന്നത്. അവരെ ശ്ലാഘിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിൽ ഒരു കുറ്റവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നോക്കി നടത്തി നിയന്ത്രിക്കുന്നത് ഈ ഹൈക്കോടതിയാണ് എന്ന് സ്വയം ഏറ്റുകൊണ്ട് ഹൈക്കോടതി അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. അതൊരു കാര്യം. അതേ ഹൈക്കോടതി ആയിരിക്കണമല്ലോ ഇതും അന്വേഷിക്കുന്നത്. ഇതേക്കുറിച്ച് എന്തെങ്കിലും സംശയം വന്നാൽ, ചോദ്യങ്ങൾ വന്നാൽ അന്വേഷിക്കുന്നത് ഇവർ തന്നെയാണല്ലോ, ആയിരിക്കണമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് കുരിശിൽ കയറ്റാൻ വേണ്ടിയുള്ള ചില തന്ത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഞാനതിനകത്ത് രാഷ്ട്രീയമായിട്ട് കാണുന്നല്ല എങ്കിൽ പോലും പ്രൊഫഷണലായിട്ട് നോക്കുമ്പോൾ ഏത് ഗവൺമെൻറ് അധികാരം അവസാനിപ്പിക്കുമ്പോഴും, ഇപ്പോൾ ഇനി 2-3 മാസത്തിനകം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ നായകൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കഴിഞ്ഞ തവണ ഭരണ തുടർച്ച നേടിയ മുഖ്യമന്ത്രിയാണിത്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് ഇങ്ങോട്ട് വരുന്നു, നമ്മളൊക്കെ പറഞ്ഞു, ഞാനൊക്കെ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു
അടുത്ത മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിൻ്റെ ഒരു രീതിയും പതിവും അതാണ്. കൃത്യമായ ഇടവേളകളിൽ ഭരണം മാറി മാറി വരുന്ന ഒരു അതിമനോഹരമായ ജനാധിപത്യ സങ്കല്പം തന്നെയാണ്, ജനാധിപത്യ യാഥാർത്ഥ്യം തന്നെയാണ് കേരളത്തിൽ. അത് നമ്മളൊക്കെ അന്ന് പറഞ്ഞതാണ്, ഇതാ വരുന്നു രമേശ് ചെന്നിത്തല എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ റിപ്പോർട്ടിംഗ്. പക്ഷേ അവസാനം പിണറായി വിജയൻ ഇതാ വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. ആ പിണറായി വിജയൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ CPM ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണത്തുടർച്ച അന്ന് ഭയങ്കര അതായത് നമുക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള വളരെ ജനകീയരായ ഒരു മുഖ്യമന്ത്രിക്ക് ശേഷം വരുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് വീണ്ടും ഒരു ഭരണത്തുടർച്ച നേടുകയാണ്. ഉമ്മൻചാണ്ടിയുടെ അവസാനകാലം അറിയാമല്ലോ ലാലെ, ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് അന്നത്തെ പ്രതിപക്ഷം ഇടതുപക്ഷമല്ല ലാൽ, അന്നത്തെ ഭരണപക്ഷത്തിൻ്റെ നേതൃത്വം തന്നെയാണ്. നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മളൊക്കെ എത്രയോ റിപ്പോർട്ട് ചെയ്തതാണ് ആ കാലഘട്ടത്തിൽ. അതാണ് അതെ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കോർണർ ചെയ്യാൻ, കുരുക്കിലാക്കാൻ ശ്രമം നടത്തിയത്, പരസ്യമായും രഹസ്യമായും ഒക്കെയും ശ്രമം നടത്തിയത് അന്നത്തെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. അന്നത്തെ ഘടകകക്ഷികളൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അന്നത്തെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. താങ്കൾ ഒരു വിശ്വാസിയാകുന്നത് പോലെ തോന്നുന്നുണ്ട് ഇതിനിടയ്ക്ക്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് പകരം കിട്ടുന്നുണ്ട് ഉമ്മൻചാണ്ടിയെ ചതിച്ചതിന് എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വരുന്ന ഈ വിശ്വാസത്തിൻ്റെ അർത്ഥം എന്നെനിക്ക് തോന്നുന്നു. അപ്പോഴേ അങ്ങനെ വരുമ്പോൾ ഏത് ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു നോട്ടപ്പുള്ളി. ഇപ്പോൾ ഇതൊന്നും അല്ല, ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് പലരും ചിലപ്പോൾ ചില മാധ്യമങ്ങൾ തന്നെയും ഇങ്ങനെ ഗൂഢാലോചനയും തന്ത്രങ്ങളുമൊക്കെ മെനയുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കുന്നവരുമുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ തന്നെ 1,00,000 രൂപയുടെ കട്ടിലൊന്ന് കാണണം ലാലേ, നമുക്കൊന്ന് പോയി നോക്കണം. അതെ, ഈ 1,00,000 രൂപയുടെ കട്ടിൽ എന്താണെന്ന്. അല്ല, അത് പിണറായി വിജയന് വേണ്ടി എങ്ങനെയാണ് പിണറായി വിജയന് വേണ്ടി ആ കട്ടിൽ ഉണ്ടാക്കിയെന്ന് ഇവർ കണ്ടുപിടിച്ചെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഞാനും വായിച്ചു നോക്കി ഈ പ്രസ്താവന, പ്രസ് റിലീസ് ദേവസ്വം ബോർഡിൻ്റെ. അതിനകത്തെങ്ങും മുഖ്യമന്ത്രിക്ക് വേണ്ടി കട്ടിൽ മേടിക്കാൻ വേണ്ടി 1,00,000 രൂപ നമ്മുടെ ബജറ്റിലൊക്കെ പറയുന്നത് മാതിരി നീക്കി വെച്ചിരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു എസ്റ്റിമേറ്റും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അപ്പോൾ ഇതൊക്കെ എവിടെയോ ഒരു സൃഷ്ടി നടന്നിട്ടുണ്ട്. ആരോ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അന്വേഷണ പരിധിയിൽ ഇതുകൂടി വരണം എന്നാണ് എൻ്റെ ശുപാർശ. അന്വേഷണം നടക്കട്ടെ. തീർച്ചയായും ഹൈക്കോടതി ആണ് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ആ SITയെ പ്രകീർത്തിക്കുന്നവർ തന്നെയാണ് ആ SITക്കെതിരായി നിയമസഭയ്ക്ക് അകത്ത് സമരം നടത്തുകയും അവിടെ കവാടത്തിൽ കയറി ഇടുന്നതെന്നുള്ളതും ഒരു വിരോധാഭാസമാണ്. അതും അന്വേഷിക്കേണ്ടതാണ് എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കൊള്ളാം, ചിലത് മോശമാകുന്നു, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് മാത്രം കൊള്ളാം എന്നുള്ളത് അതെന്ത് തരം താപ്പാണ്, ഇരട്ടത്താപ്പാണെന്ന് നമുക്ക് പറയേണ്ടി വരുമല്ലോ. ശ്രീ ഷാജി ശർമ്മ, നോക്കൂ, നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ ടെൻഡറിൻ്റെ കാര്യത്തിൽ ഒക്കെ ഓഡിറ്റ് നടത്തിയത്, ഈ കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് വെച്ചൊക്കെ ഓഡിറ്റ് നടത്തിയത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ സ്വകാര്യ ഓഡിറ്ററാണ്. ഹൈക്കോടതി പറഞ്ഞതിൻ്റെ പുറത്ത് വിജയൻ അസോസിയേറ്റ്സ് ആണെന്ന് തോന്നുന്നു. അവർ നടത്തിയ ഓഡിറ്റിംഗ് അനുസരിച്ച് ആ കൊടുത്ത റിപ്പോർട്ട് അതെടുത്താണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കോടതി പറഞ്ഞതനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത്. പക്ഷേ അതിനകത്ത് ഈ ഓഡിറ്റർക്കും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതും ഇവിടെ വലിയ രീതിയിൽ ദേവസ്വം ബോർഡിൻ്റെ പിഴവായി അഴിമതിയായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ വാർത്തകളിൽ. ഈ സംഗീത ഭജന നടത്തിയതിന് നന്ദഗോവിന്ദം ഭജൻസിന് പൈസ കൊടുത്തു എന്നാണ് അവരുടെ എസ്റ്റിമേറ്റ് എടുത്തു വെച്ചിട്ട് ഈ വിജയൻ അസോസിയേറ്റ്സ് ഉണ്ടാക്കിയ റിപ്പോർട്ടിൽ കാണുന്നത്, അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണുന്നത്. പക്ഷെ അവർ ആ ഭജൻ പരിപാടി നടത്തിയിട്ടില്ല. പക്ഷേ അക്കൗണ്ടിലേക്ക് പൈസ പോയിരിക്കുന്നത് അവർക്കല്ല, കൃത്യമായി ഭജന നടത്തിയവർക്ക്, പാട്ട് നടത്തിയവർക്ക് തന്നെയാണ് പൈസ കൊടുത്തിരിക്കുന്നത്. അതൊരു പേര് എഴുതിയതിൽ വന്ന പിശകാണ്. അത് ഓഡിറ്റർക്ക് തെറ്റുപറ്റാൻ പാടില്ലാത്തതുമാണ്. പക്ഷെ അത് ദേവസ്വം ബോർഡ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല. അവർക്കത് കറക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഏത് സ്ഥലത്തും ഇതൊക്കെ സംഭവിക്കാം. ഈ മാധ്യമങ്ങൾക്ക് പോലും, ഇത് എഴുതുന്ന മാധ്യമങ്ങൾക്ക് പോലും അവരുടെ ഓഡിറ്റിങ്ങിൽ പോലും ഇത്തരം പിശകുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളും കൊടുക്കുന്നതാണ്. അതൊക്കെ ഉള്ളപ്പോഴാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ, നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ
മുൻകാലങ്ങളിലൊക്കെ എഴുതി പിടിപ്പിച്ചതുപോലെയുള്ള വലിയ ആധികാരികമായ ഒരു അഴിമതി കഥയുടെ ഒരു എന്താണ് ബ്രേക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം ഓർത്തുപോയി. നമ്മുടെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് ഈ അടുത്ത കാലങ്ങളിൽ ശബരിമല സന്ദർശിച്ചു. ശബരിമല സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് വരുന്ന എന്നുള്ള നിലയിൽ ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് സുഖകരമായി ശബരിമലയിൽ എത്തിച്ചേരുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും എല്ലാം ഒരുമിച്ച് ചെയ്ത് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് ദേവസ്വം ബോർഡിൻ്റെ ഒരു കട്ടിലിൽ കിടന്നുറങ്ങിയതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രചരണം. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൽ ഓഡിറ്റ് ചെയ്യാൻ അവിടെ ലോക്കൽ ഫണ്ട് ആഡിറ്റ് സംവിധാനമുണ്ട്. ലോക്കൽ ഫണ്ട് ആഡിറ്റ് ചെയ്താൽ അത് നേരിട്ട് ഹൈക്കോടതിക്കാണ് കൊടുക്കുന്നത്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടാണ് ലോക്കൽ ഫണ്ട് ആഡിറ്റ് നടത്തുന്നത്. ഇതിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ വിജയ അസോസിയേഷൻ ഇതൊന്നും പരിശോധിക്കാതെ അതിൻ്റെ വസ്തുതകളുടെ കണക്ക് പരിശോധിക്കാതെ എന്തോ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ശബരിമലയുടെയും പ്രശസ്തിയെയും ഗവൺമെൻറ്റിൻ്റെ പ്രശസ്തിയും തകർക്കാൻ വേണ്ടി ആര് പരിശ്രമിച്ചാലും അത് ശരിയായ നടപടിയല്ല. ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഏതാണ്ട് 1967 മുതൽ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രാക്കളം ഫാസിയുടെ കാലം മുതൽ സഖാവ് PK ചന്ദ്രാനന്ദൻ്റെ കാലം മുതൽ നമ്മൾ പരിശോധിച്ചാൽ ശബരിമലയുടെ വികസന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൽ വിരളിപ്പുണ്ട്. ഞാൻ പറയാം, പ്രാക്കളം ഫാസിയുടെയും PK ചന്ദ്രാനന്ദൻ്റെയും കാലത്ത് ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല, ക്ഷേത്ര വികസനത്തിന് പൈസയില്ല. അവർ ശാസ്താവിൻ്റെ ഒരു ഘോഷയാത്ര നടത്തി ആവശ്യമായ സമ്പത്ത് സംഘടിപ്പിച്ചുകൊണ്ടാണ് ശബരിമല വികസനത്തിന് തുടക്കം കുറിക്കുന്നത്. അക്കാലഘട്ടത്തിൽ ഏതാണ്ട് ചാലക്കയം വരെ ബസ് വരുള്ളൂ. ചാലക്കയം മുതൽ അങ്ങോട്ട് 4-4.5 കിലോമീറ്റർ ഒരു ജീപ്പ് റോഡാണ്. ആ റോഡിന് വീതി കൂട്ടി അങ്ങോട്ട് വികസനങ്ങൾ നടപ്പിലാക്കി ബസ് പോകത്തക്ക സംവിധാനം, എല്ലാ വാഹനങ്ങളും പമ്പയിൽ എത്തത്തക്ക സംവിധാനം ഉണ്ടാക്കിയത് ആ ബോർഡാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി ശബരിമലയുടെ വികസന കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ചാൽ നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണ്. നമ്മൾ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ശബരിമല സന്ദർശിക്കുകയുണ്ടായി. കേന്ദ്രമന്ത്രി ശബരിമല സന്ദർശിച്ചിട്ട് അന്ന് ഒപ്പമുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയും ഒപ്പമുണ്ടായിരുന്നു. ശബരിമല രാജഗോപാൽ അദ്ദേഹം ശബരിമലയിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് തന്നെ ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല തൊട്ടടുത്ത് നിൽക്കുകയാണ്. അന്ന് അദ്ദേഹം കോട്ടയം MP ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചപ്പോൾ ഏതാണ്ട് കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിൽ നിന്നും കോടികളുടെ തുക ശബരിമല വികസനത്തിന് വേണ്ടി ലഭിക്കുമെന്നാണ് പറഞ്ഞത്. ആ ദേശീയ തീർത്ഥാടന കേന്ദ്രം ഇന്നുവരെ ആയിട്ടില്ല. ഒരു ചില്ലിക്കാശ് പോലും അത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി ശബരിമലയെ തകർക്കുവാൻ വേണ്ടിയിട്ട് പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു പരിപാടി നടപ്പിലാക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. നേരെ മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി അന്നേരം ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുമ്പോൾ ശബരിമലയിൽ വെപ്രാളം കൊണ്ട് പലതും ശബരിമലയെ തകർക്കുവാൻ വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും ശബരിമല വിരോധികളുമായിട്ടുള്ളവർ നടത്തുന്ന ഈ പ്രസ്താവനകൾ പിൻവലിക്കണം. ശബരിമലയെ സംരക്ഷിക്കണം. ഈ അടുത്ത കാലത്ത് നടന്ന ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അത്തരം ഭാഗങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ ഷാജി ശർമ്മ, പക്ഷേ താങ്കൾ ഈ കാര്യത്തിൽ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വാർത്തയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണത്തെ സംബന്ധിച്ചാണ്. 4100ഓളം പേര് പങ്കെടുത്ത ഒരു പരിപാടിയാണെന്ന് ഇതിൻ്റെ സംഘാടകർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലോ. ആ 4100 പേർക്ക് രാവിലെ ഏതാണ്ട് 4000-ൽ താഴെ ആളുകൾക്കാണ് ഭക്ഷണം കൊടുത്തത്. അതിന് ഇത്ര രൂപയാണ്. ഉച്ചയ്ക്ക് 5000-ഓളം പേർ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. 4000 പേര് വരുന്നിടത്ത് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തിരിക്കുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും 3000 പേർക്കാണ് ഭക്ഷണം കൊടുത്തിരിക്കുന്നത്, 4000 പേര് പങ്കെടുത്ത പരിപാടിയിൽ എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതാണ് അഴിമതിയുടെ മറ്റൊരു ചിത്രമായി ചൂണ്ടിക്കാട്ടുന്നത്. 4100 പേർ പങ്കെടുത്താൽ 4100 പേർക്കല്ലേ ഭക്ഷണം 3 നേരം കൊടുക്കേണ്ടത്? അല്ലാതെ രാവിലെ 3000-ഉം ഉച്ചയ്ക്ക് 5000-ഉം രാത്രിയാകുമ്പോൾ വീണ്ടും 3000-ഉം ആകുന്ന ഒരു മാജിക് എന്താണ് എന്ന് ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് സാധാരണ ഒരു പരിപാടി നടത്തി
ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് വേറെ പരിപാടികളൊന്നും പങ്കെടുക്കാത്ത ആളുകളെയാണോ റിപ്പോർട്ടർമാരായി ഈ ഇന്ത്യ മുഴുവൻ വിരാജിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സർക്കുലേഷനൊക്കെ ഉള്ള ഈ മാധ്യമം ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിശയം തോന്നുന്നു. ഇതെന്തൊരു റിപ്പോർട്ടിംഗാണ്. ജേക്കബ് ജോർജ് സാർ ഇരിക്കുന്നു, നിർഭാഗ്യവശാൽ പറയാതിരിക്കാൻ വയ്യ, അങ്ങയുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്. 4100 പേർ പങ്കെടുത്ത പരിപാടിയിൽ ഉച്ചയ്ക്ക് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തത് ഒരു വലിയ അഴിമതിയാണത്രേ. വൈകുന്നേരം 3000 പേരേ ഉള്ളൂ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 3000 പേരേ ഉള്ളൂ. ഇതാണ് അഴിമതിയുടെ മറ്റൊരു ചിത്രം. ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താരാന്നറിയോ? പഴയടം നമ്പൂതിരി. ഒരക്ഷരം മിണ്ടിയിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തോട് ചോദിക്കാനും മെനക്കെട്ടിട്ടില്ല. റിപ്പോർട്ട് കാണത്രേ. ഇതാണോ പഠിപ്പിക്കേണ്ടത് സാർ? ശ്രീ ഷാജി ശർമ്മ, എന്തുണ്ട് അതിനെക്കുറിച്ച് പറയാൻ? അപ്പോൾ അത്തരത്തിൽ ഈ ഓഡിറ്റിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇതെല്ലാം ലോക്കൽ ഫണ്ട് കൃത്യമായി ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് ഹൈക്കോടതിയെ ധരിപ്പിക്കണമെന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെന്നുള്ളത് വ്യാജ പ്രചരണങ്ങൾ. എരുമേലിലൊരു വൈൽഡ് മിസ്റ്റ് ഹോട്ടലിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീമാൻ പ്രശാന്ത് അവിടെ ഒരാഴ്ച താമസിച്ച് ഏതാണ്ടൊക്കെ സാമ്പത്തിക ചെലവ് അനധികൃതമായി ചെലവാക്കിയെന്നാണ് പറയുന്നത്. അവിടെ എത്തിച്ചേർന്നിട്ടില്ല. അവിടെ ആ ഹോട്ടലിൽ നിന്ന് കിട്ടിയ ബില്ലിൽ എഴുതിയിരിക്കുന്നത്, ബില്ലിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ആർക്കാണ് ബില്ല്? പ്രസിഡന്റ് ദേവസ്വം ബോർഡ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ താമസിച്ചു എന്നാണ് റിപ്പോർട്ടറുടെ കണ്ടെത്തൽ. അതെ, അത് സാധാരണയായിട്ട് ദേവസ്വം ബോർഡ് സെക്രട്ടറി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന രീതിയിലാണ് ബില്ല് എഴുതേണ്ടത്. ഈ ദേവസ്വം അവിടെ യഥാർത്ഥത്തിൽ താമസക്കാരാ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് അവരെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ താമസിച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ പോയിട്ടില്ല. പമ്പയിൽ രണ്ടാഴ്ചക്കാലമായി പമ്പയിൽ തങ്ങി ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് ഒന്നടങ്കം അവിടെ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ തന്നെ അത് സഹായിച്ചിട്ടുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് ശബരിമല വികസനങ്ങൾ നടന്നെങ്കിൽ മാത്രമേ ദേവസ്വം ബോർഡ് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലെ എല്ലാ ഭക്തജനങ്ങളെയും അവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ശബരിമല ശാസ്താവിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടിയും ശബരിമലയ്ക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം അവിടെ നടത്തിയത്. അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഭക്ഷണം മുഴുവൻ കഴിച്ചതും പ്രസിഡന്റോ സെക്രട്ടറിയോ തന്നെ ആയിരിക്കും. ആ ബില്ലിന്റെ മുകളിൽ അവരുടെ ആരെങ്കിലും പേരല്ലേ കാണുകയുള്ളൂ. ഈ താമസത്തെ എല്ലാ ഹോട്ടലുകളിലും മിക്കവാറും ഈ പ്രസിഡന്റും അദ്ദേഹവും ആ സെക്രട്ടറിയും ഒക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേര് ഇനി ഏതെങ്കിലും ബില്ലുകളിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഈ കട്ടലിൽ കിടന്നു എന്ന് ഏതെങ്കിലും ബില്ലിൽ കണ്ടിട്ടാണോ ഇനി എഴുതി വെച്ചതെന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആരും എഴുതി കൊടുത്തോ എന്നുള്ളത്. ഇതൊക്കെയാണ് നടക്കുന്നത് സാർ. കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കരുത്ത് അതിന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്ഥൈര്യം, അത് നടപ്പിലാക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധി, ഇവയെല്ലാം ചേർന്നാണ് കേരളത്തിൽ ഇത്രമാത്രം വലിയ വികസനവും അതുപോലെ ഇത്രയേറെ ജനക്ഷേമകരമായ കാര്യങ്ങളും നടപ്പാക്കാനാവുന്നത്. കേന്ദ്രത്തിൻ്റെ മുഷ്കിനോട് ഏറ്റുമുട്ടാൻ കേരളത്തിന് കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ കരുത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന് നല്ലതുപോലെ അവർക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെ ഒന്ന് തൊടാനാവണമെങ്കിൽ മുഖ്യമന്ത്രിയെ തകർക്കണം, മുഖ്യമന്ത്രിയുടെ യശസ് ഇല്ലാതാക്കണം. അതിനുവേണ്ടിയാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 2 വർഷങ്ങൾക്ക് മുമ്പ് അവരാലോചിച്ച കാര്യങ്ങളും നടന്ന കാര്യങ്ങളും നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ടല്ലോ. അപകീർത്തിപ്പെടുത്താൻ ആകെ ശ്രമിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി മോശക്കാരെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നത്. ഇപ്പോഴും മറ്റൊന്നല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരമില്ല. ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടി CPIM ആണ്. അതിനുവേണ്ടി ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന നേതാവ് സഖാവ് പിണറായിയാണ്. പക്ഷേ നടത്തിയ പ്രചാര വില എന്താ? ഇവിടെ CPM എന്താ ഏതെങ്കിലും നിലക്ക് വർഗീയ ശക്തിയാണെന്നല്ല, ഇവിടെ BJPക്ക് വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സ്ഥാപിക്കാനാണ്. മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ അന്തർധാരയൊന്ന് സ്ഥാപിക്കാനാണ്. എന്തു കാര്യങ്ങൾ പറയുമ്പോഴും അതെല്ലാം മുഖ്യമന്ത്രിയുടെ മേലെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തിനാ? മറ്റിപ്പോൾ സാധാരണഗതിയിൽ ഈ പറയുന്ന ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു, അല്ലെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ വിമാനത്തിൽ പോയി എന്നെല്ലാം പറയുന്നതിൽ ഈ പോയിരിക്കുന്ന ആൾ ചർച്ചാ വിഷയമായ കാര്യം എന്താണുള്ളത്? ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നു, അത് ചർച്ചാ വിഷയമാവേണ്ട കാര്യമില്ലല്ലോ. പ്രധാനമന്ത്രി വരുന്ന സമയത്ത് മുഖ്യമന്ത്രി തൊഴുന്നു, അത് ചർച്ചാ വിഷയം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അതെല്ലാം ചർച്ചാ വിഷയമാവുന്ന എന്തിനാ?
മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും ആക്രമിച്ച് ശരിപ്പെടുത്തണം. ഈ വിഗ്രഹം തകർത്താലല്ലാതെ, ഈ വിഗ്രഹത്തെ ഉടച്ചാലല്ലാതെ തങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല എന്ന് കൃത്യമായിട്ട് UDF അറിയാം, BJPക്ക് അറിയാം, അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് കാര്യവും മുഖ്യമന്ത്രിയുടെ മേലെ സ്ഥാപിക്കുക. ഇപ്പോൾ രാജ്യത്ത് എവിടെയെങ്കിലും നിങ്ങൾ പരിശോധിക്കുക, ഒരു കൊലപാതകം നടത്താൻ അത് സ്ഥാപിക്കുന്ന മുഖ്യമന്ത്രിയുടെ കഴിവുകേട് കൊണ്ടാണ്. എവിടെയെങ്കിലും ഒരു അപകടം നടന്നാൽ അത് മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ്. കാലവർഷക്കെടുതി ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ്. ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ്. അപ്പോൾ സ്ഥാപിക്കുന്നത് കേരള മുഖ്യമന്ത്രി എന്ന വിഗ്രഹത്തെ തകർക്കാതെ തങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ലെന്ന് ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കെല്ലാം അറിയാം. അത് ഈ പറയുന്ന പോലെ മുഖ്യധാര മാധ്യമങ്ങൾക്കറിയാം, BJPക്ക് അറിയാം, കോൺഗ്രസിനറിയാം, ലീഗിനറിയാം. അതുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഇവിടെ മുഖ്യമന്ത്രിയുടെ മേലെ ഏൽപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ പയറ്റുന്ന ഒരു അടവാണ്. എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ തെളിച്ചത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ. ഈ സൂര്യൻ്റെ വെണ്മയെ നിങ്ങൾക്ക് പഴമുറം കൊണ്ട് മറക്കാനാവില്ല. കേരളത്തിൽ 10 വർഷക്കാലമുള്ള സഖാ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വീണ്ടും ഉണ്ടാവണമെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ LDFന്റെ 3ാം ഗവൺമെൻറ് എന്തായാലും വരും എന്നുള്ള രാഷ്ട്രീയ ഭീഷണിയാണ് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചെല്ലാം പറയുന്നത്. ആ കഷ്ടം എന്ന് അവരെക്കുറിച്ച് പറയുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. രണ്ടാമത്തെ ഗവൺമെൻറ് വരുന്ന കാലത്ത് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ പാടിലായത്, അതിനേക്കാൾ ഗൗരവമായിട്ട് ഈ പ്രചരണമെല്ലാം തന്നെ മലയാളി കൃത്യമായി മനസ്സിലാക്കി ഇതിനെ പാടിലാക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം സംശയമില്ല. ശ്രീ ഷാജി ശർമ്മ, നോക്കൂ, ഇപ്പോൾ ഈ റിപ്പോർട്ട് എന്തായാലും സ്പെഷ്യൽ കമ്മീഷണർ വഴി കോടതിക്ക് മുമ്പിലാണ് എത്തിയത്. കോടതി അത് പറഞ്ഞതുകൊണ്ടാണ്, ഇന്ന സമയപരിധിക്കകത്ത് ഇത് കോടതിക്ക് റിപ്പോർട്ട് കിട്ടണമെന്ന് കോടതി പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഇത് ദേവസ്വം ബോർഡ് കണ്ടിട്ടില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കണ്ടു. ഇത്ര ചർച്ചയായിട്ട് ഇത്രയും വലിയ പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ട് ദേവസ്വം ബോർഡ് ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നതാണ്. നമുക്കറിയാം, ദേവസ്വം ബോർഡ് ഇത് അറിയണമെങ്കിൽ നിയമപരമായി ദേവസ്വം ബോർഡ് കൂടുമ്പോൾ അവരുടെ മുമ്പിൽ ഇത് വരണം, അവരുടെ അജണ്ടയിൽ ഈ റിപ്പോർട്ട് വരണം. അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ബോർഡ് ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അതിനി എന്നാണ് അങ്ങനെ അറിഞ്ഞ് ഈ കാര്യങ്ങൾ തിരുത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഈ സംശയങ്ങളൊക്കെ മാറ്റാൻ ബോർഡിനാകും എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ശ്രീ ഷാജി ശർമ്മയിലേക്ക് വരാം. ചെറിയൊരു പ്രശ്നമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളിലേക്ക് ആ ചോദ്യം ഇടുകയാണ്. അല്ല, താങ്കൾക്ക് വേറെ ചോദ്യമാണ്. എനിക്ക് വേറൊരു നല്ലൊരു ഉത്തരം പറയാൻ വെച്ചിട്ടുണ്ട്. എന്നറിയാവോ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കേരള സമൂഹത്തിൽ ഞാൻ ചെയ്ത ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ച് എനിക്ക് 2 വാക്ക് പറയണം. അര മിനിറ്റൊക്കെ കൂടുകയാണെങ്കിലും ലാലും കൂടെയുള്ള പാനലിസ്റ്റുകൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് ISRO ചാരക്കേസ്. അത് ഞാനും ഒരു ചെറിയ പങ്ക് വഹിച്ചു. ഇപ്പം നേരത്തെ ലാല് സൂചിപ്പിച്ചു ഇങ്ങനെ നിറം പിടിപ്പിച്ച നുണക്കഥകൾ. അതാണ് പെട്ടെന്ന് തന്നെ അത് ട്രിഗർ ചെയ്തത്. അത് നമുക്കറിയാം, അതിൻ്റെ പിന്നാമ്പുറം അറിയാം. നമ്പി നാരായണനെ പ്രതിയാക്കി കേരളത്തിൽ ഒരു വലിയ സംഭവം, ആ ചുരുൾ അഴിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളാണ്, പത്രങ്ങളാണ്. അന്ന് ടെലിവിഷൻ ചാനലുകളില്ല. ഇന്ത്യ ടുഡേ മലയാളം എഡിഷൻ വളരെ ശക്തമായൊരു സാന്നിധ്യമായി കേരളത്തിൽ വന്നിരുന്നു. 90-ലാണ് ഇന്ത്യ ടുഡേ മലയാളം എഡിഷൻ തുടങ്ങിയത്. ഞാൻ അന്ന് മുതൽ കേരളത്തിൻ്റെ കറസ്പോണ്ടൻ്റാണ്. 94-ലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ 1-2 സ്റ്റോറിയൊക്കെ എഴുതി. പക്ഷെ ഞാൻ വിചാരിച്ചത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഭാഗ്യം കൊണ്ട്, ഒരു പക്ഷേ ആ കേസിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചു നിന്നു. അപ്പോൾ എൻ്റെ മുകളിലുള്ളവർ ചോദിക്കുന്നുണ്ട്, ശേഖർ ഗുപ്തയാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, അരുൺപുരി ചീഫ് എഡിറ്റർ, അവരൊക്കെ ചോദിക്കുന്നുണ്ട്, ജേക്കബ് വൈ ആർ യു നോട്ട് ഫൈലിംഗ് എനി സ്റ്റോറി ഓൺ ദിസ്, എന്നിങ്ങനെ ചോദിക്കുന്നൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കൊരു നല്ല സോഴ്സ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. എനിക്കറിയാം ഈ സോഴ്സുകളൊന്നും എനിക്കറിയാം ആരൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അവരിൽ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഞാനിത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എടുത്തില്ല. അവസാനം CBI അന്വേഷിക്കുന്നു. ശേഖർ ഗുപ്തയും ഞാനും കൂടെ തീരുമാനിച്ചു CBIയെ കാണുക. ഉദ്യോഗസ്ഥർ അവരിങ്ങനെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണാൻ തീരുമാനിച്ചു. ഞാൻ കൊച്ചിയിൽ പോയി അവിടെ ഹോട്ടലിൽ താമസിച്ചു. 4-5 ദിവസം അവിടുത്തെ കേരളത്തിലെ ഒരു ML ശർമ്മ CBIയുടെ ജോയിൻറ്റ് ഡയറക്ടറാണെന്ന്. അദ്ദേഹമുണ്ട്. നമ്മുടെ നെയ്യാറ്റിൻകരക്കാരൻ്റെ ഒരു PM നായർ,
അദ്ദേഹമുണ്ട്, അദ്ദേഹം DIG ആണ്. അവർ രണ്ടുപേരും എന്നോട് രാത്രി പകലൊക്കെ അവർ അന്വേഷണം ഫയൽ എഴുത്ത് ഒക്കെയാണ്, കേസ് ഡയറി എഴുത്ത്. രാത്രി എന്നോട് ഇങ്ങനെ വിശദമായിട്ട് സംസാരിക്കും. കാരണം എനിക്ക് പത്രത്തിൽ വായിച്ചതെല്ലാം അറിയാം. ഞാനിങ്ങനെ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. പാതിരാ നീളുന്നിടം വരെ CBI ഉദ്യോഗസ്ഥരും ഞാനും തമ്മിലുള്ള എൻകൗണ്ടറുകളാണ് നടന്നുകൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ സ്റ്റോറി എഴുതി. എന്താണെന്നറിയാമോ, മലയാളത്തിൽ ആ കഥയുടെ പേരാണ് നിറം പിടിപ്പിച്ച നുണക്കഥകൾ. അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്കിത് പറയണം തോന്നി. അന്ന് IB ഉദ്യോഗസ്ഥരായ മാത്യു ജോൺ, അദ്ദേഹം IB കേരളത്തിൻ്റെ ചീഫാണ്. അദ്ദേഹവും പിന്നെ RS ശ്രീകുമാർ, അവർ രണ്ടുപേരും കൂടെ അന്നത്തെ DGP മധുസൂദനൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നിട്ട് നിങ്ങൾ രമൺ ശ്രീവാസ്തവയെ സസ്പെൻഡ് ചെയ്യണം, ISR ചാരക്കേസിൽ അദ്ദേഹം പ്രതിയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ? എവിഡൻസ് ഒന്നുമില്ല, പക്ഷേ അദ്ദേഹം പ്രതിയാണ്, നിങ്ങൾ സസ്പെൻഡ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എവിഡൻസ് കിട്ടാതെ എൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ, IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് അന്നത്തെ DGP മധുസൂദനൻ പറഞ്ഞു. ഇവർ ദേഷ്യപ്പെട്ടിട്ട് ഷൂസ് ആഞ്ഞു ചവിട്ടി DGPയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം അവർ കരുണാകരനെ കാണാൻ ക്ലിഫ് ഹൗസിൽ പോയി. കരുണാകരനോട് ഇതേ കാര്യം ആവശ്യപ്പെട്ടു, നിങ്ങൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം, തെളിവ് കൊണ്ടുപോവാ. തെളിവ് കൊടുക്കാൻ IBക്ക് ഇല്ലായിരുന്നു ലാൽ. അതാണ് കഥ. അന്നത്തെ അര മിനിറ്റും കൂടെ. എന്നിട്ട് കരുണാകരൻ പറഞ്ഞു, തെളിവില്ലാതെ എനിക്കൊരു IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞതിന് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോയി. അതുവരെ ഞാനൊക്കെ കരുണാകരനെതിരെ ഒത്തിരി എഴുതുമായിരുന്നു. ഞാൻ ആ എഴുത്ത് നിർത്തി. ഞാൻ പിന്നെ കരുണാകരൻ്റെ ആളായി. എല്ലാ ദിവസവും ഞാൻ ക്ലിഫ് ഹൗസിൽ പോകുമായിരുന്നു അദ്ദേഹത്തോട് സംസാരിക്കാൻ, അദ്ദേഹത്തോട് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ. കാരണം താഴെ തട്ടിൽ അദ്ദേഹത്തിന് എതിരെ നടക്കുന്ന ഗൂഢാലോചനകളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പല മാധ്യമങ്ങളും ആ പരിപാടി നിർത്തിയില്ല. അല്ലല്ല, പിന്നീട് ഞാൻ ഒരു കാര്യം കൂടെ, ഒരു രസകരമായൊരു കാര്യം കൂടെ പറയാം. ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ നമ്പിനാരായണൻ, ജീവിതത്തിൻ്റെ എല്ലാ ഭീകരാനുഭവങ്ങളും പോലീസിൻ്റെ കയ്യിൽ നിന്ന്, കേരള പോലീസിൻ്റെ കയ്യിൽ നിന്ന് അനുഭവിച്ചു. മറിയം റഷീദ, ഫൗസിയ ഹസൻ, ഞാൻ ജയിലിൽ പോയി കണ്ടു. ഞാൻ കോടതിയുടെ പെർമിഷൻ മേടിച്ചിട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ പോയി കണ്ടവരെ നേരിട്ട് കണ്ട് അഭിമുഖം നടത്തി ഇന്ത്യ ടുഡേയിലെന്ന് എഴുതി. എന്നിട്ട് അതിനെതിരെയാണ് കേസ് കൊടുത്തത്. എന്നിട്ട് അവസാനം കോൺഗ്രസ് നേതൃത്വം തന്നെ അദ്ദേഹത്തെ കരുണാകരനെ അവിടുന്ന് താഴെ ഇറക്കി. പകരം AK ആൻ്റണി ഡൽഹിയിൽ നിന്നൊരു പ്രത്യേക വിമാനത്തിൽ പറന്നു വന്ന് ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അതും ചരിത്രത്തിലുണ്ട്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡായിട്ട് ഇത് മാധ്യമ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി കോൺഗ്രസിനകത്ത് നടന്ന ഇത്തരം കഥകൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡായി അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ഈ കഥകൾ, നിറം പിടിപ്പിച്ച ഈ നുണക്കഥകൾ കാണണോ എന്നുള്ളതാണ്. ഞാൻ കുറച്ച് സമയം കുറച്ചാണ് തരാൻ പോകുന്നത്. ശ്രീ ഷാജി ശർമ്മ, പെട്ടെന്നൊരു ഉത്തരം പറയാമെങ്കിൽ, ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ എപ്പോഴാണ് ഇനിയിപ്പോൾ തീരുമാനമെടുക്കുക? താങ്കളുടെ അറിവ് എന്താണ്? ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത് കോടതിയെ കൂടുതൽ കാര്യങ്ങൾ ധരിപ്പിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടോ? പ്രസിഡന്റ് ശ്രീ ജയകുമാർ IASന്റെ നേതൃത്വത്തിൽ പുതിയ ദേവസ്വം ബോർഡ് വന്നിട്ടുണ്ട്. ഇനി അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവരാണ്. എന്തായാലും തന്നെ ഒരു കാര്യം ഞാൻ പറയാം, സംസ്ഥാന സർക്കാരിന് ദേവസ്വം ബോർഡ് അധികാരികളെ നിയമിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ശബരിമല ഈ ദേവസ്വം ബോർഡ് രൂപീകരിച്ചു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര ബോഡിയാണെന്നും അവരുടെ സ്വതന്ത്ര ഭരണത്തിൽ ഒരു സർക്കാരും ഇടപെടാറില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും സർക്കാർ ഇടപെട്ടിട്ടില്ല. സർക്കാരിനെ വലിച്ചെടുക്കുകയായിരുന്നു. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സർക്കാർ ചെയ്യുന്നുള്ളൂ. 17-ാം തീയതി ദേവസ്വം ബോർഡുണ്ട്. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് വാർത്തകളിൽ കാണുന്നത്. ഞാൻ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഇടപെടുകയാണ്. M പ്രകാശൻ മാസ്റ്റർ, താങ്കളിലേക്ക് അവസാനമായി. ഇതാ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ പഴയ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഭ്രംശരാക്കപ്പെട്ട കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. കരുണാകരൻ്റെയൊക്കെ കഥകൾ. ഇവിടെ മാധ്യമങ്ങളെ കൊണ്ട് പുതിയ രാഷ്ട്രീയ ചരിത്രം സൃഷ്ടിക്കാമെന്ന് കരുതിയവർക്ക് മൂന്നാം ഭരണത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ള മറുപടിയാണോ കൊടുക്കാൻ പോകുന്നത് CPM? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെയും അവർക്കെതിരായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് ഇപ്പോഴിവിടെ ഈ മാധ്യമങ്ങളുടെ മുൻകൈയിൽ ആടിത്തീർത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സത്യവും പരിശോധിക്കുന്ന ആളുകളെ സംബന്ധിച്ച്
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുട്ടുമുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തപ്പുന്ന കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ട ദേവസ്വം ബോർഡ് ഈ കാര്യം കണ്ടിട്ടേയില്ല. അവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് അക്കാര്യങ്ങൾ പരിശോധിക്കും. ഇന്നലെ ജയകുമാർ ആ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ 4 കോടിയോളം രൂപ സ്പോൺസറും കിട്ടിയിട്ടുണ്ട്, ബാക്കി കുറച്ച് തുക കൊടുക്കാനുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ദേവസ്വം ബോർഡ് പറയുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ആഗോള അയ്യപ്പ സംഗമത്തെ ഒരു വലിയ വാർത്തയാക്കി ഇവിടെ കൊടിമര മോഷണം മറച്ചു വെക്കാനുള്ള UDFിൻ്റെ കോൺഗ്രസിൻ്റെ ശ്രമം ഫലിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന് നാളത്തെ കേരളം കൃത്യമായ ഉത്തരം നൽകുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവും. എന്തായാലും കൊടിമര കൊള്ളയിലേക്കും വാജി രൂപത്തിൻ്റെ അവസ്ഥ എന്തായി എന്നുള്ളതിനെക്കുറിച്ചും മറ്റ് കോടികൾ വാങ്ങിയ കഥകളും ഒക്കെ ഉണ്ടല്ലോ. ബാങ്കിലിട്ടത്, ബാങ്കിനെ പറ്റിച്ച് വാങ്ങി ഇലക്ഷൻ നടത്തി മുന്നോട്ട് പോയതൊക്കെ എന്തായി എന്നൊക്കെ ഉള്ളതും ആ പരാതികളുമൊക്കെ അവിടെ കിടപ്പുണ്ട്, ആരോപണങ്ങളാണെങ്കിൽ തന്നെയും. അതൊക്കെ മറഞ്ഞു പോകരുത്. അതുപോലെ അയ്യപ്പ സംഗമം ദൂർത്തായിരുന്നു എന്ന് പറഞ്ഞ് സർവം കൊള്ള എന്നൊക്കെ പറഞ്ഞ് ഇനിയും ഇങ്ങോട്ട് എഴുന്നള്ളുമ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്ത പല കാര്യങ്ങൾക്കുള്ള മറുപടിയും കൂടി ഉണ്ടാകണം. അത് എത്ര വലിയ കൊമ്പത്തെ മാധ്യമങ്ങളാണെങ്കിൽ കൂടി. എന്തായാലും ഈ കാര്യം തുടർന്നും ചർച്ച ചെയ്യാം. ജേക്കബ് ജോർജും ശ്രീ ഷാജി ശർമ്മയും പ്രകാശ് മാഷും ഒക്കെ അടുത്ത ചർച്ചകൾ ഉണ്ടാകും. അടുത്ത ചർച്ചകളിലേക്ക് എത്തുന്നവരെ നന്ദി എല്ലാ അതിഥികൾക്കും.